കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാനും കൊന്നു തിന്നാനും കർഷകന് അനുമതി കൊടുക്കണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സംസ്ഥാന സർക്കാരിന് അതിനുള്ള അധികാരമില്ലെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ മലയോര ജനതയ്ക്ക് പിന്തുണ അർപ്പിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലുന്നതിനും കൊന്നു തിന്നുന്നതിനും കർഷകർക്ക് അനുവാദം കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കർഷകൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം അതാണ്. അതിനകത്ത് വേറെ എന്തെങ്കിലും തടസ്സം വന്നാൽ ഞാൻ ആ അഭിപ്രായത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതിന് അനുവാദം ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് അങ്ങനെ അനുവാദം കൊടുക്കാൻ അവകാശമില്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യ ഗവൺമെൻറ്റാണ് അതിനകത്ത് അനുവാദം കൊടുക്കേണ്ടത്. അങ്ങനെ അനുവാദം കൊടുക്കണം. അല്ലാതെ കയ്യും കെട്ടി കർഷകൻ നോക്കി നിൽക്കുകയും കൃഷിയിടങ്ങൾ നേരം വെളുത്ത് എഴുതിയിട്ട് നോക്കുമ്പോൾ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിച്ചിടത്തേക്കാവുകയും ചെയ്യുന്നിടത്ത് ഈ കൃഷി ഇല്ലാതായാൽ പിന്നെ എന്താവും ഉണ്ടാവുക? ശ്രീരാജ് ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, പൊതുയോഗത്തിലെ പ്രസംഗത്തിനുമപ്പുറം ഈ ഒരു അഭിപ്രായം സംസ്ഥാന സർക്കാരിന്റെ ഒരു പൊതു നിലപാടാണോ? പി പ്രസാദ് ആ പ്രസംഗത്തിൽ കൃത്യമായി പറയുന്നത് തനിക്ക് വ്യക്തിപരമായി താനൊരു കർഷകൻ എന്ന നിലയ്ക്ക് തനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ, കൃഷി നശിപ്പിക്കാനെത്തുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദവും കൊന്നു തിന്നാനുള്ള അനുവാദവും കർഷകർക്ക് നൽകണമെന്നാണ് പി പ്രസാദ് താൻ ഒരു കർഷകൻ എന്ന നിലയ്ക്ക് തനിക്ക് പറയാനുള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് പരിശീലനം നൽകണം, മൃഗങ്ങളെ കൊല്ലുന്നതിനായിട്ടുള്ള പരിശീലനം നൽകണം. ഇതിന് അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്ന നിലയ്ക്കാണ് പി പ്രസാദ് പറയുന്നത്. അതുപോലെ തന്നെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നി അതുപോലുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ എല്ലാം ശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. വളരെ ചുരുക്കം ചില കർഷകർ മാത്രമാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. അവർ കൂടി ആ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതില്ലാതാവണമെങ്കിൽ അല്ലെങ്കിൽ ആ അവസ്ഥ മാറണമെങ്കിൽ ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കാനെത്തുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കർഷകർക്ക് നൽകണം. മറ്റ് സംസ്ഥാനങ്ങളെ കൂടി താരതമ്യം ചെയ്തുകൊണ്ടാണ് പി പ്രസാദ് പ്രസംഗത്തിൽ സംസാരിക്കുന്നത്. അതായത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ 1 കിലോമീറ്റർ പരിധിക്കകത്ത് വരുന്ന മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 1 മുതൽ 3 വരെ കിലോമീറ്ററിൽ വരുന്ന വന്യമൃഗങ്ങളെ തിരികെ കാട്ടിൽ കയറ്റിവിടാനും അതിനകത്ത് 3 കിലോമീറ്ററിന് പുറത്ത് വരുന്ന മൃഗങ്ങളെ മാത്രം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രം കൊല്ലാനുള്ള അനുമതിയാണുള്ളത് എന്നും പറയുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ